ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. എവർക്കും വീട്ടക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടാക്കുക. ഹായ് എവരിവൺ. അപ്പോൾ നമ്മളൊന്ന് കൊണ്ടുവന്നുള്ളൊരു ടൊയോട്ട ടൈസറാണ്. അതായത് മാരുതി സുസുക്കിൻ്റെ ഫ്രോങ്സ് എന്നുള്ള മോഡലിനെ റീബാഡ്ജ് ചെയ്ത് ഇറക്കിയ പുതിയൊരു വണ്ടിയാണ് നമ്മളെ ഒരു ടൊയോട്ട ടൈസർ. അതായത് ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്ത് പഴക്കം മാത്രമേ ഉള്ളൂ ഈ ഒരു ടൈസറിനുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പുതിയ വണ്ടി കിട്ടിയപ്പോൾ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ഒരു ഫ്രോങ്സും ടൈസറും തമ്മിലുള്ള എന്തൊക്കെ ഡിഫറൻസ് ആണുള്ളത്, ഇതിൻ്റെ എഞ്ചിൻസും കാര്യങ്ങളും മാറ്റങ്ങളുണ്ടോ, അതോ ഈ ഒരു ചെറിയ ചെറിയ ഗ്രില്ലും കാര്യങ്ങളും മാത്രമാണോ മാറ്റുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു വണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആദ്യം ഈ ടൊയോട്ടയും സുസുക്കിയുള്ള ഒരു ടൈപ്പ് ഉണ്ട്. അത് ഈ വണ്ടി ആ ഒരു ഫ്രോങ്സും തമ്മിലുള്ള സെയിം വണ്ടിയാണ്. അപ്പോൾ അതെന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിക്കാം. അപ്പോൾ ടൊയോട്ട ആൻഡ് സുസുക്കി ഇന്ത്യയിൽ ഒരു ടൈപ്പ് ഉണ്ട്. അതായത് കൊളാബറേഷൻ ചെയ്തിട്ടാണ് വണ്ടികൾ ഇറക്കുന്നത്. അപ്പോൾ ടൊയോട്ടൻ്റെ വണ്ടികൾ സുസുക്കിക്കും കൊടുക്കുന്നുണ്ട്, സുസുക്കിൻ്റെ വണ്ടികൾ ടൊയോട്ടക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിൽസിൽ റീബാഡ്ജ് ചെയ്തിട്ട് ലോഗോയും കാര്യങ്ങളും മാത്രം മാറ്റിയിട്ട് ബാക്കി എല്ലാം സെയിം ആക്കിയിട്ട് ചെറിയ ചെറിയ ഡിഫറൻസ്, അതായത് ലുക്കിൽ ചെറിയ ഒരു പൊടിക്ക് പേര് മാത്രം മാറ്റാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഡിഫറൻസും കാര്യങ്ങളും മാത്രമാണ് ഈ ഒരു വണ്ടികൾ തമ്മിലുള്ളത്. അപ്പോൾ അതായത് കൊളാബറേഷനിൽ വന്നിട്ടുള്ള 5ാമത്തെ വണ്ടിയാണ് ഇത്. നിലവിൽ ഇതിന് മുന്നുണ്ടായിരുന്നത് വണ്ടികളാണ്. ഇതിന് മുന്നുണ്ടായിരുന്ന വണ്ടികളെന്ന് വെച്ചാൽ വിട്ടാര ബ്രസ എന്നുള്ള മോഡൽ ആദ്യം ടൊയോട്ട മാറ്റിയിട്ട് അർബൻ ക്രൂയിസർ എന്നുള്ള മോഡൽ ഇറക്കിയായിരുന്നു, പേര് മാറ്റിയിട്ട് റീബാഡ്ജ് ചെയ്ത് ഇറക്കിയായിരുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, ഗ്ലാൻസ എന്നുള്ളൊരു മോഡൽ, അതായത് മാരുതി സുസുക്കിൻ്റെ ബലേനോ എന്നുള്ള മോഡലിനെ പേര് മാറ്റിയിട്ട് ഗ്ലാൻസ എന്ന മോഡൽ ഇറക്കിയായിരുന്നു. അപ്പോൾ അതേപോലെ നിലവിലുള്ള എർട്ടിക എന്നുള്ള മോഡൽ ഇപ്പോൾ റുമിനിയോൺ എന്നുള്ള പേരിൽ ഇറങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്നോവ ഹൈക്രോസ് എന്നുള്ള വണ്ടി ഇൻവിക്ടോ എന്നുള്ള പേരിൽ സുസുക്കി ഇറക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ തമ്മിൽ കൊളാബറേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു വണ്ടിൻ്റെ ലുക്കും കാര്യങ്ങളും എന്തൊക്കെ ഡിഫറൻസും കാര്യങ്ങളൊക്കെയാണ് ഫ്രോങ്സും ഈ ഒരു ടൈസറും തമ്മിലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ ഫ്രണ്ട് ലുക്ക് ഇങ്ങനെ വരും, നല്ല ബോൾഡഡ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ്. അപ്പോൾ ഫ്രോങ്സിൽ ചെറിയൊരു ഗ്രില്ലും കാര്യങ്ങളും മാത്രമാണ് ഇതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഗ്രില്ലും കാര്യങ്ങളും ഒന്ന് അടുത്തേക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ടിൻ്റെ ലുക്കിൽ ആ ടൊയോട്ട എന്നുള്ള ആ ഒരു ബാഡ്ജിങ്ങും അതിനടിയിലുള്ള ആ ഒരു ഗ്രില്ല് വരുന്നത് റുമിനിയോൻ്റെ പോലെയാണ് ഫ്രോങ്സിൽ നിന്ന് ഈ ഒരു ബോഡിയിലേക്ക് ചേഞ്ച് ആക്കിയപ്പോൾ വന്നിട്ടുള്ളത്. ചെറിയൊരു റുമിനിയൻ കട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതേപോലെ തന്നെ പിന്നെ ഒരു ഡിഫറൻ്റ് ആയിട്ട് ആ ഒരു ഫ്രോങ്സിൽ നിന്ന് വന്നപ്പോൾ ഉള്ളത് ഈ ഒരു ലൈറ്റാണ്. EDRL-ആണ് ഇത്. സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ്. അപ്പോൾ ഫ്രോങ്സിലാവുമ്പോൾ അതൊരു 3 എലമെൻറ്റ് വരുന്ന ഒരു 3 കണ്ടുള്ള പോലെ ഒരു ലൈറ്റ് ആയിരുന്നു. ഫ്രണ്ടിൻ്റെ ലുക്കൊന്നും നമുക്കൊരു ഡിഫറൻസും കാര്യങ്ങളൊന്നും അധികം ഫീൽ ചെയ്യില്ല. എന്നാലും ആ ഗ്രില്ലിൻ്റെ ഭാഗത്ത് മാത്രമാണ് ചെറിയ ചേഞ്ച് എന്നുള്ളൂ. എനിക്ക് പേഴ്സണൽ ഒപ്പീനിയനിൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ഫ്രോങ്സിൻ്റെ ഫ്രണ്ട് ഗ്രില്ലായിരുന്നു. ഒന്നും കൂടി ബോക്സി ഫിനിഷും കാര്യങ്ങളും കിട്ടിയായിരുന്നു. ഇതിന് ഫിനിഷിങ് ഇല്ല എന്നുള്ളതല്ല, അത് കൂടുതൽ ഈ റോഡിൽ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം ഈ ഒരു റീബാഡ്ജ് ചെയ്തിട്ട് ഇറക്കുന്ന ടൈമിൽ നമുക്ക് വന്ന ഒരു സംതിങ് ബാഡ് അടിക്കണ പോലെ ആയിരിക്കാം. ഇത് കണ്ട് പരിചയം വരുമ്പോൾ ഈ ഒരു ലുക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് ഒട്ടും മോശമുള്ള ഒരു ലുക്കും നല്ല അടിപൊളി ലുക്ക് തന്നെയാണ്. ഫ്രണ്ടിലെ എന്താ പറയുക, ഗ്രില്ലും കാര്യങ്ങളൊക്കെ അടിപൊളി ഉണ്ടോ. ആ ലോഗോൻ്റെ അടിയിൽ ആ ഒരു ആണിക്കോമ്പ് ബ്ലാക്ക് കളർ, ഒരു പിയാനോ ബ്ലാക്കിൽ വരുന്ന ആ ഒരു ഫിനിഷും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഈ ഒരു ടൊയോട്ട ടൈസറിൻ്റെ 98% നമ്മൾ ആ ഒരു ഫ്രോങ്സുമായിട്ട് സാമ്യം തോന്നിക്കും. കാരണം എന്താ വെച്ചാൽ സെയിം വണ്ടിയാണ്. പിന്നെ റിപ്പീറ്റായിട്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ ഏട്ടനും അനിയനും അതല്ലെങ്കിൽ ഒരു ഇരട്ട സഹോദരങ്ങളെ പോലെയാണ് ഈ ഒരു വണ്ടി ഇപ്പം നിലവിലുള്ളത്. കാരണം വെച്ചാൽ ഇതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ആകെ ചെറിയ ആ ഗ്രില്ലും കാര്യങ്ങളാണ് മാറ്റങ്ങൾ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൊയോട്ടൻ്റെ ടൈസർ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻസും കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ മെയിനായിട്ട് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. പിന്നെ വാറണ്ടി പീരീഡിൽ എന്താ പറയുക, ടൊയോട്ടയിലേക്ക് എത്തുമ്പോൾ സുസുക്കിയിലാകുമ്പോൾ 2 വർഷം വാറണ്ടിയാണ് ഈ ഒരു വണ്ടിക്ക് വന്നിരുന്നത്. അത് ഫ്രോങ്സ് എന്നുള്ള മോഡലിന് സുസുക്കി ബ്രാൻഡ് നൽകിയിരുന്നത് 2 ഇയർ വാറണ്ടിയാണ്. എന്നാൽ ടൊയോട്ട ടൈസറിലേക്ക് എത്തുമ്പോൾ അതൊരു 3 ഇയർ എക്സ്റ്റെൻഡ് ആക്കിയിട്ട് 1 ഇയറും കൂടി കൂട്ടി കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മളെ അലവിലും കാര്യങ്ങളൊക്കെ എങ്ങനെയായിട്ട് വരുന്നത് കിഡിലെ അലവിൽ തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കുന്ന ടൈമിൽ തന്നെ ഇത് എന്താ പറയുക, ബേസ് മോഡലിൻ്റെ തൊട്ട് മേലുള്ളൊരു S+ എന്നുള്ളൊരു മോഡലാണ്. എന്നാൽ പോലും നമുക്കിതിൽ പറയുക അലവിൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വണ്ടി പക്കാ ലുക്കാണ്. ഇപ്പോൾ ഫ്രോങ്സ് ആണെങ്കിലും ടൈസർ ആണെങ്കിലും സെയിം ലുക്ക് തന്നെയാണ്. ഇപ്പോൾ എടുത്തെടുത്ത് പറഞ്ഞു വെച്ചാൽ ഇതിൽ കുറച്ചും കൂടി വേറെ ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ടൊയോട്ടയിലെത്തുമ്പോൾ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഓറഞ്ച് പോലത്തെ തോന്നിക്കുന്ന കുറച്ച് 2-3 കളേഴ്സൊക്കെ ഇതിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ വൈറ്റ് ഫ്രോങ്സിലും ഉണ്ട്, അതേപോലെ തന്നെ ടൈസറിലും ഉണ്ട്. പിന്നെ ഈ ഒരു മിററിൻ്റെ ഭാഗം വരുന്നത് നമ്മൾ എക്സ്ട്രാ ചെയ്താണ്, ബാറ്റ്മാൻ എഡിഷൻ പോലെ ഒരു എഡിഷൻ ചെയ്താണ്. അപ്പോൾ അതൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. പിന്നെ ഈ ഒരു ഗ്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. കാണാൻ നല്ല ബോൾഡറായിട്ടുള്ള ഫിനിഷിംഗ് ആണ് ഏത് പുറത്ത് നോക്കുകയാണെങ്കിലും. ഈ വണ്ടി ടോട്ടലി നമ്മൾ കൂൾ ചെയ്തിട്ടുണ്ട്. 70% എന്താ പറയുക, നമ്മളെ ഈ കേരളത്തിൽ 70% ഫിലിം ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് വിൻഡോസും കാര്യങ്ങളൊക്കെ നമ്മൾ കൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിലെ ലുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് ഏത് പുറത്ത് നോക്കുകയാണെങ്കിൽ കിടിലൻ ലുക്ക് തന്നെയാണ്. ഈ ഒരു ഡിസൈൻ്റെ കാര്യത്തിൽ മാരുതി സുസുക്കിൻ്റെ വണ്ടികളൊന്നും ഒട്ടും പുറകിലല്ല. അതേപോലെ തന്നെ അത് റീബാഡ്ജ് ഇറക്കിക്കൊണ്ട് ഈ ഒരു വണ്ടിക്കും അത്യാവശ്യം നല്ലൊരു ഭംഗി തന്നെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണപ്പെടാൻ പറ്റും. നല്ല റോഡ് പ്രസൻസും കാര്യങ്ങളുണ്ട്. അത്യാവശ്യം വലിയൊരു വണ്ടിയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ എന്താ പറയുക, ഗ്ലാൻസ് അല്ലെങ്കിൽ ബലേനോ പോലുള്ള വണ്ടിയിൽ നിന്ന് കുറച്ചും കൂടി ഹൈറ്റുള്ളൊരു വണ്ടിയായിട്ടാണ് ഇത് വരുന്നത്. 190 മില്ലിമീറ്ററാണ് ഇതിൻ്റെ എന്താ പറയുക
ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ 170 സംതിങ് ആണ് ബലേനയിൽ വന്നിരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു 10-18 മില്ലിമീറ്ററും കാര്യങ്ങളൊക്കെ ഇതിലും കൂടുതലാണെന്നുള്ളതാണ്. നമുക്ക് കുറച്ചും കൂടി ഹൈറ്റ് കിട്ടും. അതേപോലെ നമുക്ക് ചെറിയ ചെറിയ കട്ടറും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഈസി ആയിട്ട് കടന്നു പോകാൻ പറ്റും. അപ്പോൾ ഗൈസ് നമ്മൾ ബാക്ക് സൈഡിലെ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. അർബൻ ക്രൂയിസർ ടൈസർ എന്നുള്ള ഒരു ലോഗോയും കാര്യങ്ങളും ബാക്കിലുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ലുക്കിൻ്റെ ബാക്ക് സൈഡിൽ വലിയ വലിയ വ്യത്യാസം. ആ ലാമ്പ് സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന ആ ഒരു ഭാഗത്ത് മാത്രമാണ് ഫ്രോങ്സിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ളത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഒന്നും കൂടി എനിക്ക് ബാക്ക് ലൈറ്റിൽ ആ ഒരു ഫ്രോങ്സിൻ്റെ ലുക്കാണ് ഇഷ്ടപ്പെട്ടു. പിന്നെ പേര് മാറ്റിയിടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് വേണ്ടിച്ചിട്ട് ടൊയോട്ട ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ പരിപാടി മീൻസ് ആ ഒരു ഫ്രണ്ടിലെ ലാമ്പും അതേപോലെ തന്നെ ബാക്കിലെ ലാമ്പും ആ ഗ്രില്ലും കാര്യങ്ങളും മാത്രമാണ് ഇതിൽ ടോട്ടലി മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ നമ്മളിത് എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ സ്പോയിലർ. ഏകദേശം 5000 രൂപ ആയിട്ടുണ്ട് ഇത് ടോട്ടൽ ഫിറ്റ് ചെയ്യാനും. കാരണം ഇതിൽ സ്പോയിലർ വരുമ്പോൾ നല്ല കിടിൽ ലുക്ക് തന്നെ ഈ ഒരു വണ്ടിക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു തേർഡ് പാർട്ടി പുറത്തുനിന്ന് മേടിച്ചാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 5000 രൂപ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലും റേറ്റുള്ള അടിപൊളി സ്പോയിലേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുഴപ്പമില്ലാത്തൊരു സ്പോയിലർ കിട്ടിയപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ മിറേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാറ്റ്മാൻ എഡീഷനിൽ ചെറിയ തോതിലുള്ള മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആ മിററിൻ്റെ വ്യൂസിനും കാര്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല. അതിൻ്റെ പുറമുള്ള ആ ഒരു മോഡി മാത്രമാണ് ബാറ്റ്മാൻ എഡിഷൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ലുക്ക് വൈസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫ്രോങ്സും ഈ ഒരു ടൈസറും അടിപൊളി തന്നെയാണ് കേട്ടോ. എനിക്ക് രണ്ട് വണ്ടിയിൽ ഒരു കുറ്റവും കുറവും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇഷ്ടംപോലെ വണ്ടികൾ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ആ ഒരു വണ്ടികൾക്കൊക്കെ ലുക്ക് വൈസ് കാര്യങ്ങളൊക്കെ ചില സൈഡിലൊക്കെ ബോറിങ് തോന്നും. പക്ഷേ ഈ ഒരു വണ്ടി എല്ലാ ഭാഗങ്ങളും നല്ല ലുക്കുള്ള ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അടിപൊളി ഒരു വണ്ടിയാണ്. ഇപ്പോൾ ഫ്രോങ്സിലും ഈ ഒരു ടൈസറിലും ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊന്നും ഒരു ഡിഫറൻസും ഇല്ല. ബോഡിയൊക്കെ പക്ക സെയിം ബോഡി തന്നെയാണ്. ആ ഗ്രില്ലും കാര്യങ്ങളും മാത്രമാണ് മാറ്റുള്ളത്. 16 ഇഞ്ചസിൻ്റെ ഒരു അലോയ്സും കാര്യങ്ങൾ ഈ ഒരു വണ്ടിക്ക് സ്റ്റോക്കായിട്ട് നിലവിലുണ്ട്. S+ എന്നുള്ള മോഡലാണ് ഈ ഒരു വണ്ടി. അപ്പോൾ ഈ ഒരു S+ എന്നുള്ള ഒരു വേരിയൻറ്റിൽ എന്താ പറയുക അലോയ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഫ്രണ്ടിലുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ആ ഒരു മേലത്തെ DRL അല്ലാത്ത ഈ അടിയിൽ കാണുന്ന താഴെ കാണുന്ന 3 കണ്ടു വരുന്ന ലൈറ്റൊക്കെ ഫ്രോങ്സിലൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ആ ഒരു ലൈറ്റ്സും കാര്യങ്ങളൊന്നും ഒരു ഡിഫറൻസും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. ഗ്രില്ല് ചേഞ്ച് ചെയ്താലും ആ ലൈറ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഞാൻ പറഞ്ഞ ബാറ്റ്മാൻ എഡീഷനിൽ വരുന്ന ആ ഒരു മിററിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്ന തേർഡ് പാർട്ടിയാണ്. നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. അടിപൊളിയാണ് കേട്ടോ. പിന്നെ അടുത്ത് കാണിക്കുന്നത് വെച്ചാൽ നമ്മളെ ഒരു കീൻ്റെ ഒരു പാനലാണ്. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ് 300 രൂപക്ക്. നാട്ടിൽ 1000 പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് അലോയിൽ നോക്കാം. നല്ല ഒരു ബ്ലാക്കി ഫിനിഷിൽ വരുന്ന അലോയിലാണ്. ടൊയോട്ടൻ്റെ ഒരു ലോഗം കാര്യങ്ങളുണ്ട്. ഫ്രോങ്സിൽ ഇങ്ങനത്തെ എല്ലാം കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അലോയിലാണ്. അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ ടയേഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല സ്റ്റേബിളാണ്. ഇതിനെക്കുറിച്ച് ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ സൈഡിലെ ഗ്ലാഡിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്. നമുക്ക് ഇൻറ്റീരിയർ എന്തെങ്കിലും മാറ്റം ഫ്രോങ്സും ടൊയോട്ടോ ആയിട്ടും വല്ല ടൈസറായിട്ടും വല്ല ചേഞ്ചും കാര്യങ്ങളുണ്ടോ നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഡോറിൻ്റെ സൈഡിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ഇൻറ്റീരിയറിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ ഡോറിൻ്റെ സൈഡിൽ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളെ പവർ വിൻഡോ അതേപോലെ തന്നെ ലോക്കും കാര്യങ്ങളും വരുന്ന ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. അപ്പോൾ ഗൈസ് ഫ്രോങ്സിൽ നിന്ന് ടൈസറിലേക്ക് എത്തിയപ്പോൾ എക്സ്റ്റീരിയറിൽ ഒരു ചെറിയ ചെറിയ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്ന ഗ്രില്ലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇൻറ്റീരിയറിൽ ഒരു ചേഞ്ചും ഇല്ല. പക്ക ആ ഒരു ഫ്രോങ്സ് തന്നെ ഈ ഒരു വണ്ടി സെയിം ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല. ഈ ഒരു ബർഗാണ്ടി കളറും അതേപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് അതേപോലെ ഗ്രേ ഫിനിഷിങ് തന്നെയാണ് ആ ഫ്രോങ്സിലും വന്നിട്ടുണ്ടായിരുന്നത്. അതേപടി ഇങ്ങോട്ട് ടൊയോട്ട എടുത്തിട്ടുണ്ട്. മടിയന്മാരാണ് തോന്നുന്നു. ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊന്നും ഇതിൽ ചേഞ്ചും വന്നിട്ടില്ല. S+ എന്നുള്ള മോഡലായതുകൊണ്ട് ഇതിൽ എന്താ പറയുക S+ എന്നുള്ളത് ഏകദേശം സ്റ്റാർട്ടിങ് മോഡലാണ്. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് മേലുള്ള ഒരു മോഡൽ. അതിൽ ആംറസ്റ്റും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയിലില്ല. പിന്നെ ഇതിൽ ആകെ ഒരു ചേഞ്ച് ഉള്ളത് ആ ഒരു ലോഗോ മാത്രമേ ഉള്ളൂ. അത് മാറ്റിയില്ലെങ്കിൽ ആൾക്കാർ അടിക്കുന്നുള്ള പേരിൽ ആ ഒരു ലോഗോ മാത്രം ടൊയോട്ടൻ്റെ ബ്രാൻഡിങ്ങിൽ ഇതിന് ബാക്കി എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു ടൊയോട്ട ടൈസർ എന്നുള്ള ഈ ഒരു മോഡൽ വരുന്നത് ഫ്രോങ്സ് സെയിം വണ്ടി റീബാഡ്ജ് ചെയ്തിറക്കുക. അതിലൊരു ഡൗട്ട് ഇൻറ്റീരിയറിൽ കയറിയിരിക്കും നമുക്ക് തോന്നില്ല. ഇതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയുള്ള ഒരു പ്രീമിയം ഇൻറ്റീരിയർ സെറ്റപ്പാണ് ഇതിൽ വന്നുള്ളത്. ഡാഷ്ബോർഡിൻ്റെ ഫിനിഷിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഈ ഒരു ബർഗാണ്ടി കളറും അതേപോലെ തന്നെ ആ ഒരു സ്റ്റിയറിംഗ് സുസുക്കിയിൽ വരുന്ന ഫ്രോങ്സിൻ്റെ ആ ഒരു സ്പോർട്ടി ടൈപ്പ് സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ വരുന്നത്. മൊത്തത്തിൽ ഈ ബർഗാണ്ടി കളർ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ മൊത്തത്തിൽ ഇതിനെ പറയാനുള്ള വെച്ചാൽ ഈ ഒരു കളേഴ്സും കാര്യങ്ങളും മാത്രമല്ല, അതിൻ്റെ സീറ്റ് അത്യാവശ്യം നല്ല കുഷ്യനായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുമ്പോൾ നല്ല സുഖമുണ്ട്. പിന്നെ നമ്മളെ ബോഡി മൊത്തത്തിൽ റെസ്റ്റ് ചെയ്യുന്ന ലെവലിലാണ് ഇതിൻ്റെ സീറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക സ്പേസും കാര്യങ്ങളും നോക്കാം. അത്യാവശ്യം ബാക്കിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രമാത്രം സ്പേസ് ഫ്രണ്ടിലുണ്ട്. നല്ല സ്പേസ്, അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ ഈ ഒരു വണ്ടിയിലുണ്ട്. എന്നാൽ ഓവറായിട്ടുള്ള സ്പേസും കാര്യങ്ങളും ഇല്ല. ബലേനോൻ്റെ അത്ര സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രമാത്രം സ്പേസ് എനിക്ക് തോന്നിയില്ല. എന്നാൽ പോലും എന്താ പറയുക ടഫായിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരില്ല. അത്യാവശ്യം നല്ല കൈയും കാലും വിടർത്തിയിരിക്കാൻ പറ്റിയ ഒരു സ്പേസ് ഈ ഒരു വണ്ടിയുണ്ട്. ഇതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളാണ്. ഈ ഒരു വണ്ടി S+ എന്നുള്ള ഒരു വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് ആംറസ്റ്റും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ഇതിൻ്റെ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു 3 കളേഴ്സും നല്ല മാച്ച് ആയിട്ടുണ്ട്. ഒന്നൊന്നും എടുത്തെടുത്ത് കാണിച്ചിട്ട് ഓവറായിട്ട് വെറുപ്പിക്കുന്ന ഒരു കളേഴ്സൊന്നുമല്ല. ഇൻറ്റീരിയർ ഒരു രക്ഷയില്ല, അടിപൊളി. അതേപോലെ തന്നെ ഈ ഒരു സ്പോർട്ടി സുസുക്കിൻ്റെ ഈ ഒരു എന്താ പറയുക സ്പോർട്ടി
സ്പോർട്ടി എന്താ പറയുക വീലും കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു സ്റ്റിയറിംഗ് ഭയങ്കര കംഫർട്ടബിൾ സ്റ്റിയറിംഗ് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ. പിന്നെ ഇതിൻ്റെ മീറ്ററും കാര്യങ്ങളും ഫുൾ ഡിജിറ്റലാണ്. ഒരു ഓഡോമീറ്റർ ഒരു സ്പീഡോമീറ്ററും കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വണ്ടിക്ക് ഏകദേശം ഇപ്പോൾ മൈലേജ് കിട്ടുന്നത് 14 കിലോമീറ്ററാണ് അപ്രോക്സിമേറ്റ് ഒരു വണ്ടിക്ക് മൈലേജ് ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു മാസമായിട്ടുള്ള ഈ ഒരു വണ്ടി നമ്മൾ ബ്രാൻഡ് ന്യൂ ആയിട്ട് എടുത്തിട്ട്. അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ എന്താ പറയുക സ്റ്റീരിയോ കമ്പനി സ്റ്റീരിയോ ആണ്. അപ്പോൾ കാർപ്ലേ ഓൺ ആയതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പിൽ വരുന്നത്. ഇങ്ങനെയല്ല വരുന്നത്. അത്യാവശ്യം നല്ലൊരു സ്റ്റീരിയോ ആണ്. അപ്പം ബാക്കിലെ സ്പേസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്കിലും ഇതേപോലെ തന്നെ ബർഗണ്ടി മിക്സഡ് കളേഴ്സാണ്. അത്യാവശ്യം നല്ല ഒരു ലെഗ് സ്പേസും കാര്യങ്ങളും നമുക്ക് ബാക്കിലിരിക്കുമ്പോൾ തന്നെ കിട്ടും. പിന്നെ 3 സീറ്റിനും നമുക്ക് ഹെഡ് റെസ്റ്റ് ഉണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ബലേനോയിൽ സെൻട്രൽ സീറ്റിൽ ഹെഡ് റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ടു ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിൻ്റെ ബാക്ക് സീറ്റിലുണ്ട്. ഇത് S+ എന്നുള്ള മോഡലാണ്. അതിൽ പോലും നമുക്ക് ബാക്കിൽ ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറി നിന്നിട്ട് ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ടത്തെ സീറ്റ് അത്യാവശ്യം ബാക്കിലേക്ക് വലിച്ചിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ. അപ്പോൾ എന്താ പറയുക ഡ്രൈവർ സീറ്റ് ഇരിക്കുന്ന ആ ഒരു സെറ്റപ്പിൽ തന്നെ ഇരിക്കുന്നത്. എന്നാൽ പോലും എൻ്റെ കാല് ഫ്രണ്ടിലേക്ക് മുട്ടൊന്നുമില്ല. എൻ്റെ ഹൈറ്റ് 170 സെൻറ്റിമീറ്ററാണ്. എനിക്ക് അടിപൊളിയായിട്ട് രീതിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലെ വ്യൂ നോക്കി ഒരു രക്ഷയില്ല. ഈ ഒരു ബർഗാണ്ടി കളറും ആ ഒരു ബ്ലാക്ക് ഗ്രേ ഫിനിഷിങ് ഒരു രക്ഷയില്ല, അടിപൊളി. ഫ്രോങ്സ് എന്നുള്ള ആ മോഡൽ ടൈസറിലേക്ക് എത്തിയപ്പോഴും ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവും ടൊയോട്ട ഇതിൽ കൊടുത്തിട്ടില്ല. എന്താ പറയുക ആ ഒരു ടൊയോട്ടൻ്റെ ബ്രാൻഡിങ് മാത്രമാണ് ചേഞ്ച് ഉള്ളത്. അപ്പോൾ ഇതിൽ ബാക്കിലും 4 ഡോർ പവർ വിൻഡിനാണ്. പിന്നെ പറയേണ്ട ആവശ്യമില്ല, എല്ലാ വണ്ടികളും വരുന്ന പോലെ. ഇതിൻ്റെ ബൂട്ട് സ്പേസ് അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് തന്നെയാണ്. എന്നാലും ബലേനോയിലുള്ള അത്രമാത്രം ബൂട്ട് സ്പേസ് ഇതിലില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ലൊരു വലിയ ബൂട്ട് സ്പേസ് തന്നെയാണ്. 2 ട്രോളിയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊള്ളാവുന്ന ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ്. അപ്പോൾ ബാക്കിൽ വ്യൂ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചില്ലേ, അടിപൊളി വ്യൂ ഉണ്ടോ. അപ്പോൾ നമുക്ക് ബോണറ്റ് തുറന്നിട്ട് എൻജിൻ റൂമും കാര്യങ്ങളും നോക്കാം. അപ്പോൾ ഡാഷ്ബോർഡിൻ്റെ അടിയിലാണ് ഈ സ്വിച്ചസും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമ്മൾ ബോണറ്റ് തുറന്നിട്ടുണ്ട്. നമുക്ക് എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളൊരു, ഞാൻ അതിന് മുന്നേ തുറന്നതാണ്, അത്യാവശ്യം നല്ലൊരു വെയിറ്റാണ് ഈ ഒരു ബോണറ്റിന് വരുന്നത്. സാധാരണ മാരുതി സുസുക്കി വണ്ടികളിലൊക്കെ ലോ വെയിറ്റ് ബോണറ്റും കാര്യങ്ങളും വരില്ല. പക്ഷേ ഈ ഒരു ഫ്രോങ്സിൻ്റെ മോഡലായ ഈ ഒരു ടൈസറിൽ വരുന്ന അത്യാവശ്യം നല്ല ബോഡി വെയിറ്റിലൊരു ബോണറ്റാണ്. പൊക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് വരുന്നത് ഫ്രോങ്സിൻ്റെ സെയിം എഞ്ചിൻ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും സെയിം ആണ്. ഒരു വ്യത്യാസം കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരു വണ്ടി S+ എന്നുള്ളൊരു മോഡലാണ്. അത് ബേസ് മോഡലിൻ്റെ തൊട്ട് മേലുള്ള ഒരു മോഡൽ. അപ്പോൾ ഈ ഒരു വേരിയൻറ്റിന് വരുന്നത് 1.2 പെട്രോൾ എഞ്ചിനാണ്. 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ഇതിൻ്റെ 1.0 ലിറ്റർ എഞ്ചിനും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൊയോട്ട ടൈസർ S+ എന്നുള്ള ഈ ഒരു വേരിയൻറ്റിൽ വരുന്നത് 1.2 ലിറ്റർ എഞ്ചിനാണ്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം വണ്ടി എഞ്ചിൻ ഡെലിവറി ചെയ്യുന്നത് 89 bhp ആണ്, 6000 rpm വരെ. 1.2 ലിറ്റർ വരുന്ന ഈ ഒരു K സീരീസ് ഡുവൽ ജെറ്റ് എഞ്ചിനാണ് ഈ ഒരു മോഡലിന് വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് 4 സിലിണ്ടർ 4 വാൾവ് എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പവറും കാര്യങ്ങളൊക്കെ തന്നെ ഡെലിവറി ചെയ്യുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഇത് ലോങ് ലാസ്റ്റിക് എഞ്ചിനാണ്. ഈ ഒരു വണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ടൊയോട്ടൻ്റെ വണ്ടി ആണെങ്കിൽ പേരിന് മാത്രമാണ് ടൊയോട്ടൻ്റെ വണ്ടി, സുസുക്കിൻ്റെ എഞ്ചിനും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രോങ്സിൻ്റെ എഞ്ചിന് അത്യാവശ്യം നല്ല റിലയബിലിറ്റി ഉള്ള ഒരു എഞ്ചിനും കാര്യങ്ങളും തന്നെയായിരിക്കും. അതിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. സുസുക്കിൻ്റെ വരുന്ന ആ ഒരു എഞ്ചിൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ലോങ് ടൈം സർവീസ് ചെയ്യണമെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ ഓടുന്ന അത്യാവശ്യം നല്ലൊരു എഞ്ചിൻ തന്നെയാണ്. എന്താ പറയുക കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല എഞ്ചിൻസ് ആണ് സുസുക്കിൻ്റെ എഞ്ചിൻസ്. പിന്നെ ബോഡിയും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ 99% സാധനങ്ങളും സുസുക്കിൻ്റെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അവൈലബിലിറ്റി ഓഫ് സാധനങ്ങൾ പാർട്സ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല അത്യാവശ്യം മെക്കാനിക്സിനൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയുള്ള എഞ്ചിൻ പണിയും കാര്യങ്ങളൊക്കെ വന്നാൽ തന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഏറെക്കുറെ എല്ലാ മെക്കാനിക്സിനും അറിയാവുന്ന ഒരു ജപ്പാനീസ് എഞ്ചിൻ തന്നെയാണ് ഈ K സീരീസ് എഞ്ചിൻ വരുന്നത്. പിന്നെ ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻസ് ചെയ്യുകയാണെങ്കിൽ ലോ കോസ്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റിയൊരു എഞ്ചിനാണ്. അത്യാവശ്യം നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി ഈ ഒരു വണ്ടിക്കുണ്ട്. ഏകദേശം 18-19 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടികളുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ പറയാൻ വിട്ടുപോയൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിക്ക് വരുന്നത് ഏകദേശം 37 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയാണ് വണ്ടിക്ക് വരുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ടോട്ടലി ഈ ഒരു വണ്ടി നമുക്ക് എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു പവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇനീഷ്യൽ പിക്കപ്പും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഈ ഒരു വണ്ടിക്കുണ്ട്. നമുക്ക് ഞാൻ ഇപ്പോൾ ഒരു റിവ്യൂ ചെയ്ത ബ്രസ അല്ലെങ്കിൽ ബലേനോ, ഇപ്പോൾ നിലവിൽ ഞാൻ റീസെൻ്റ്ലി 2-3 വണ്ടീസ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു ബ്രസ ചെയ്തിട്ടുണ്ട്, ഒരു ബലേനോ ഓടിച്ചിട്ടുണ്ട്. ആ ഒരു വണ്ടി ഈ ഒരു വണ്ടി എനിക്ക് ഓടിക്കുന്ന ടൈമിൽ, അതായത് അതിൻ്റെ തന്നെ ഫ്രോങ്സ് എന്നുള്ള മോഡലിനെ റീബാഡ്ജ് ചെയ്ത വണ്ടി കൊണ്ടാണ് ഞാൻ ഈ ഒരു സുസുക്കി വണ്ടികളെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി ഓടിക്കുന്ന ടൈമിൽ എനിക്ക് ഫീൽ എന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ആ ഒരു പിക്കപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ബലേനോൻ്റെ അതേപോലെ ആ ഒരു ബ്രസൻ്റെ ഒക്കെ ഒരു ഫീൽ നമുക്ക് കിട്ടും. എന്നാലും എഞ്ചിൻ്റെ പവറും കാര്യങ്ങളൊക്കെ ടോട്ടലി വ്യത്യാസമുണ്ട്. ബലേനോക്ക് ഏകദേശം സാമ്യം തോന്നുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക. എന്നാലും ബ്രസക്ക് ഇതിലും 1500
KV കപ്പാസിറ്റി വരുന്ന ഒരു എഞ്ചിനാണ് അതിന് വരുന്നത്. പക്ഷേ ഈ ഒരു വണ്ടിയിലേക്ക് വരുമ്പോൾ 1200 സംതിങ് KV കപ്പാസിറ്റിയാണ് വരുന്നത്. അതിൻ്റേതായ ചെറിയ ഡിഫറൻസ് അല്ലാണ്ട് എനിക്ക് വണ്ടി ഓടിക്കുന്ന ടൈമിൽ വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഈ ഫ്രോങ്സിൻ്റെ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നല്ല കിലോമീറ്റേഴ്സ് നമുക്ക് റൺ ചെയ്യാൻ പറ്റിയൊരു കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനും കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഈ ടൊയോട്ട ടൈസർ ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു കംഫോർട്ടിൻ്റെ കാര്യത്തിൽ പറയുന്നത് എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് ഭയങ്കര സ്മൂത്താണ്. വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ എന്താ പറയുക തീരെ ഇല്ലാന്ന് തന്നെ പറയാൻ പറ്റും. അത്യാവശ്യം നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡാണ്. സീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത്യാവശ്യം നല്ല കുഷൻ ആയിട്ടുള്ള ഒരു സീറ്റിലാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. റൈഡിങ് പൊസിഷൻ ആണെങ്കിൽ നല്ല വ്യൂ ഉള്ള ഒരു റൈഡിങ് പൊസിഷനാണ് ഈ ഒരു വണ്ടി ഫ്രോങ്സിൻ്റെ ടൈസർ ആയിട്ടുള്ള ഈ ഒരു മോഡലിന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി ഓടിക്കാൻ ഒരു രക്ഷയില്ല. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഫണ്ണായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിൻ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല വണ്ടി പിക്കപ്പിൻ്റെ കാര്യത്തിലൊന്നും ഒരു കുറവുമില്ല. ഇപ്പം നമ്മൾ AC ഇട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. AC ഇടുമ്പോൾ പോലും ആ ഒരു പഴയ സ്വിഫ്റ്റിൽ അല്ലെങ്കിൽ ഓൾട്ടോയിലൊക്കെ വരുന്ന ആ ഒരു പിടുത്തൊന്നും ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം പിക്കപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്കുണ്ട്. പിന്നെ നിലവിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ടൊയോട്ട വണ്ടിൻ്റെ കിട്ടുന്ന ഒരു ഫീലൊന്നും ഈ ഒരു വണ്ടിയിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ല. സുസുക്കി ഓടിക്കുന്ന ആ ഒരു ഫീല്, ബലേനോ അല്ലെങ്കിൽ ബ്രസേക്ക് ഓടിക്കുന്ന ആ ഒരു ഫീലാണ് എനിക്ക് ഇതിന്ന് കിട്ടുന്നത്. ഒരിക്കലും നമ്മൾ ഇത്രയും ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ടൊയോട്ടൻ്റെ ബ്രാൻഡ് എടുക്കുമ്പോൾ ആ ഒരു ബ്രാൻഡിൽ മുഖ്യമായിട്ടും ആൾക്കാർ 99% ആൾക്കാരും ടൊയോട്ട എടുക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു എന്താ പറയുക ഓടിങ്, അതേപോലെ തന്നെ അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി, അതേപോലെ തന്നെ ടൊയോട്ട വണ്ടികളിൽ തരുന്ന ആ ഒരു റൈഡിങ് ഫണ്ണ്, അതൊന്നും ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഒരിക്കലും കിട്ടില്ല. അതായത് പക്ക സുസുക്കി വണ്ടിയാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ടൊയോട്ടൻ്റെ വണ്ടി എന്ന പേരിന് മാത്രം പറയാമെന്നല്ലാണ്ട് ആകെ ടൊയോട്ട തരുന്ന ആ ഒരു റൈഡിങ് കംഫോർട്ടും കാര്യങ്ങളൊന്നും ഈ വണ്ടിക്ക് തരുന്നില്ല. ഈ ഒരു വണ്ടിൻ്റെ റൈഡിങ് മോശമാണെന്നുള്ള കാര്യമല്ല പറഞ്ഞത്. അടിപൊളി എഞ്ചിനാണ്, നല്ല പെർഫോമൻസ് ഉള്ള എഞ്ചിനാണ്, ഒരു പ്രശ്നവും കാര്യങ്ങളില്ല. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനൊരു ടൊയോട്ട ഫാൻ ബോയാണ്. അപ്പോൾ ഞാൻ ടൊയോട്ട വണ്ടികൾ ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടൊയോട്ടൻ്റെ ഫീല് ഒരിക്കലും ഈ ഒരു വണ്ടിയിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ പേരിന് മാത്രം പറയാൻ പറ്റും ഇതൊരു ടൊയോട്ടൻ്റെ വണ്ടിയാണെന്നുള്ള കാര്യം. അല്ലാണ്ട് ഒരിക്കലും ആ ഒരു ടൊയോട്ടൻ്റെ എഞ്ചിൻ സൈഡ് പിക്കപ്പോ അല്ലെങ്കിൽ ആ ഒരു ഗിയർ ഷിഫ്റ്റിങ്ങുള്ള ഡയറക്റ്റ് ട്രാൻസ്മിഷൻ വരുന്ന ആ ഒരു സുഖം, അതേപോലെ തന്നെ നമ്മൾ ആ ഡീസലിൻ്റെ പവറാണ് കൂടുതൽ ടൊയോട്ടയിൽ കണ്ടിട്ടുള്ളത്. ടൊയോട്ടൻ്റെ പെട്രോൾ വണ്ടികളിലും അത്യാവശ്യം നല്ല ഞാൻ ഇത്യോസ് പെട്രോളൊക്കെ ഓടിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ വേറെയാണ്. ടൊയോട്ടയിൽ കിട്ടുന്ന ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു സ്മൂത്ത് അല്ലെങ്കിൽ ആ ഒരു ഫീല് അത് വേറെ ഒരു വണ്ടിയിൽ എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഫോർഡിൻ്റെ വണ്ടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. പക്ഷേ ഒരിക്കലും ആ ഒരു ടൊയോട്ടൻ്റെ ഫാമിലിപ്പെട്ടൊരു വണ്ടിയല്ല എന്നാൽ നമുക്കിത് ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ എന്താ പറയുക, കമ്പനിയിൽ നിന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ടൊയോട്ടൻ്റെ വണ്ടിയാണ്, എഞ്ചിൻ അതാണെന്നൊക്കെ നമുക്ക് അവർ പറഞ്ഞു തരും. പക്ഷേ അതിലൊന്നും നമുക്ക് നമ്മൾ മണ്ടനാക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമുക്കിത് ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും ഇത് ഫ്രോങ്സിൻ്റെ എഞ്ചിനാണ്. അപ്പോൾ സുസുക്കിൻ്റെ എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഫുൾ ബോഡി സുസുക്കിൻ്റെയാണ്. ആ ഒരു സുസുക്കി മയം മാത്രമാണ് നമുക്കിത് ഓടിക്കുന്ന ടൈമിൽ കിട്ടുള്ളൂ. ഈ ഒരു വണ്ടിൻ്റെ എഞ്ചിന് ഒന്നും പറയില്ല, രക്ഷയില്ല, അടിപൊളി എഞ്ചിനാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇത്രയും ക്യാഷ് കൊടുത്ത് കുറച്ച് എമൗണ്ട് കൂടുതൽ കൊടുത്ത് വാങ്ങുന്ന നേരത്ത് ഒരിക്കലും നമുക്ക് ടൊയോട്ടൻ്റെ ഒരു ബ്രാൻഡ് എഞ്ചിനല്ല ഇതിൽ വരുന്നത്. ഇതിൽ പക്ക സുസുക്കി K സീരീസ് ജപ്പാനീസ് എഞ്ചിൻ തന്നെയാണ് വരുന്നത്. എഞ്ചിൻ സൈഡൊക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളുള്ള എഞ്ചിനാണ്. ഫ്യൂൽ എഫിഷ്യൻസി ഏകദേശം 10-18 കിലോമീറ്റർ മൈലേജ് ഒക്കെ ഈ ഒരു വണ്ടി ഫുൾ സർവീസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ചിലപ്പോൾ അതിലും കൂടുതൽ കിട്ടും, അതിലും കുറവ് കിട്ടും. നിങ്ങൾ ഓടിക്കുന്നതിൻ്റെ ആ ഒരു സ്റ്റൈൽ അനുസരിച്ച് ഇരിക്കും. പിന്നെ ഈ വണ്ടിക്ക് അത്യാവശ്യം എന്താ പറയുക റൈഡിങ് കംഫോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ സസ്പെൻഷൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. സ്റ്റെബിലിറ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. അത്യാവശ്യം നല്ല ടയേഴ്സും കാര്യങ്ങളും 16 ഇഞ്ചസിൻ്റെ ടയേഴ്സാണ്. അത് മാത്രമല്ല നല്ല വിടുത്തുള്ള ടയേഴ്സാണ് ഇപ്പം നിലവിൽ സ്റ്റോക്കായിട്ടുള്ളത്. എനിക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെ ഇടുകയാണ്. ഇതിലും കംഫോർട്ട് ഫീൽ ചെയ്യുക. നല്ലൊരു ടയേഴ്സും കാര്യങ്ങളാണ് തന്നെ നമ്മളെ വണ്ടിൻ്റെ ആ സ്റ്റെബിലിറ്റി, അതേപോലെ തന്നെ ആ ഒരു ഓടിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവുള്ളൂ. എപ്പോഴും നല്ല ടയേഴ്സായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നോക്കുക. അല്ലെങ്കിൽ എന്താ പറയുക അപകടങ്ങളും കാര്യങ്ങളൊക്കെ, അതേപോലെ ഗ്രിപ്പും, അതേപോലെ നമ്മളെ ബ്രേക്ക് ചവിട്ടുന്ന ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നല്ല ടയേഴ്സ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് നമ്മൾ ലോങ് ഡ്രൈവിന് ആ ഒരു റൈഡിങ് കംഫർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ നല്ല ടയേഴ്സ് എപ്പോഴും അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഓടുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുക. അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ഒരു സൈഡ് ടയേഴ്സിൻ്റെ ചെത്തി പോകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവുന്നുണ്ട്. അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ വണ്ടി കാർസ് വീട്ടിലുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ ഒരു ടൈസർ ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് റോഡിലെ ആ ഒരു എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു റൈഡിങ് കംഫോർട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഗായ്സ്, ഈ ഒരു വാഹനത്തിൽ വിട്ടുപോയ സംഭവം എന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റബിൾ ആണ്. അതേപോലെ തന്നെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ് ഈ ഒരു വണ്ടിയിൽ. പിന്നെ എന്താ പറയുക എടുത്ത് പറയേണ്ട കാരണം വെച്ചാൽ ഈ ഒരു സീറ്റ് അഡ്ജസ്റ്റബിൾ, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഈ ഒരു വണ്ടിയിലുണ്ട്. ഈ വണ്ടിൻ്റെ ഓടിക്കുന്ന ടൈമിൽ എനിക്ക് റൈഡിങ് കംഫോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി
അടിപൊളി റൈഡിങ് കംഫോർട്ടാണ്. ഫ്രണ്ടിലെ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഒരു റൈഡിങ് കംഫോർട്ട് തന്നെ നമുക്ക് അപ്പുറത്തെ സീറ്റിലും കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിൽ നല്ല ഒരു ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് ചടപ്പ് വരാൻ ചാൻസ് വളരെ കുറവാണ്. സാധാരണ എന്താ പറയുക സുസുക്കി വാഹനങ്ങളിലൊക്കെ മെയിൻ പ്രശ്നമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ സീറ്റിൻ്റെ ഒരു എന്താ പറയുക കംഫോർട്ടും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ഇറങ്ങണ സുസുക്കി വാഹനങ്ങളൊക്കെ അത് നിലനിർത്തി നല്ലൊരു സീറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടാണ് ഇറക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈഡിങ് കംഫോർട്ടിൽ ഏറ്റവും എനിക്ക് എടുത്ത് പറയുന്നതിൻ്റെ സീറ്റാണ്. നല്ല അത്യാവശ്യം കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്, മികച്ചൊരു സീറ്റാണ്. പിന്നെ ഈ വണ്ടി സഡൻ പിക്കപ്പ് ആയാലും പോലും വണ്ടി ഇങ്ങനെ കയറിപ്പോകുന്ന ടൈമിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഒരു വണ്ടിക്ക് മാച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ് ഈ വന്നുള്ളത്. ഫ്രണ്ടിൽ ഡിസ്ക്കാണ്, ബാക്കിൽ ഡ്രം ബ്രേക്ക് വരുന്ന ഒരു സെറ്റപ്പാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. ഈ വണ്ടിയിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. വളരെ മികച്ചൊരു ഗിയർ ഷിഫ്റ്റിങ്ങിനാണ്. കാരണം സ്മൂത്താണ്, നമുക്ക് ഇടുന്ന ടൈമിൽ ടൈമിങ്ങോ ലാഗിങ്ങോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. പെർഫെക്റ്റ് ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് തന്നെ പറയാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഈ ഒരു ടൊയോട്ട ടൈസറിന് കുറവുകൾ വളരെ കുറവാണ്. അതായത് നമുക്ക് ഇതിൻ്റെ കുറ്റം കാര്യങ്ങളൊന്നും പറയാൻ അധികം കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഓക്കെ, എല്ലാ 80% കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടാണ് ഇൻബിൽഡ് ചെയ്തിട്ടുള്ളത്. ഡിസൈൻ്റെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു വിട്ടുവീഴ്ചയും ടൊയോട്ട ടൈസർ എന്താ പറയുക തന്നിട്ടില്ല. കാരണം വെച്ചാൽ എല്ലാം കൊണ്ടും അടിപൊളി ഒരു വണ്ടി. കാരണം ഈ ഒരു വണ്ടിക്ക് ഏകദേശം വരുന്നത് 10 ലക്ഷത്തി സംതിങ് ആണ്. ആ ഒരു 10 ലക്ഷത്തി സംതിങ്ങിന് വരുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിലെ എല്ലാ ഫ്യൂച്ചേഴ്സും ഈ ഒരു വണ്ടിയിൽ നൽകിയിട്ടുണ്ട്. ഓരോ വാഹനങ്ങളും റിവ്യൂ ടൈമിൽ ഓരോ സംതിങ് ബാഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ എനിക്ക് അത് മാത്രം ഒരു ബാഡ് ഫീലിംഗും വന്നിട്ടില്ല. പിന്നെ എനിക്കിതിൽ ഒരു നെഗറ്റീവായിട്ട് പറയാൻ തോന്നിയെന്ന് വെച്ചാൽ സുസുക്കി വാഹനങ്ങളിൽ കണ്ടുവരുന്ന ആ ഒരു 5 സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ബീപ്പ് ചെയ്യണ ഒരു സൗണ്ടില്ലേ. കാരണം വെച്ചാൽ നമ്മൾ 2 ആൾ ഫ്രണ്ടിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ബാക്കിൽ ഒരു പേഴ്സൺ ഇല്ല. പുതുതായി ഇറങ്ങുന്ന സുസുക്കി വാഹനങ്ങൾ കണ്ടുവരുന്ന ആ ഒരു ബാക്കിൽ സീറ്റിൽ ആരില്ലെങ്കിൽ പോലുള്ള ബീപ്പിംഗ് സൗണ്ട് ഇറിറ്റേറ്റിംഗ് ഇതിലുണ്ട്. കൊളാബ് ചെയ്തപ്പോൾ അതും മാറ്റിയിട്ടില്ല. അങ്ങനെ 90 സെക്കൻഡ്സ് അടിച്ചും കൊണ്ടേ ഇരിക്കുകയാണ്. അതൊരു ഇറിറ്റേറ്റിംഗ് തന്നെയാണ്. അപ്പോൾ സുസുക്കി ഇതുവരെ മാറ്റിയിട്ടില്ല. അത് റീബാഡ്ജ് ഇറക്കിയ ടൊയോട്ടയും ആ ഒരു നെഗറ്റീവ് സംഭവം തന്നെയാണ്, ഒന്നും പറയാനില്ല. കാരണം വെച്ചാൽ അത് ടെക്നോളജി വൈസ് അവരെ പറ്റിയൊരു ഫെയിലിയർ എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ബാക്കിൽ ആൾ ഇരുന്നിട്ടില്ലെങ്കിൽ പോലും ആ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ബീപ്പിംഗ് അങ്ങനെ അടിച്ചും കൊണ്ടേ ഇരിക്കും. ഒരു 90 സെക്കൻഡ്സ് അത് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടി ടോട്ടലി എനിക്ക് എല്ലാ വാഹനങ്ങളും ഓടിക്കുന്ന പോലെ തന്നെ ഈ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാരുതി സുസുക്കി ഫ്രോങ്സും അതേപോലെ തന്നെ ഈ ഒരു ടൈസറും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും തോന്നാവുന്ന ഡൗട്ടാണ് ഏത് വണ്ടി എടുക്കണം, ഏതായിരിക്കും വെർത്ത്. ഒരു 10-25,000 രൂപ ഈ ഒരു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഈ ഒരു വണ്ടിക്ക് അതിനേക്കാളും കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ്. അപ്പോൾ ആ റേറ്റും കൊടുത്തിട്ട് ടൊയോട്ട എടുക്കുന്നതിൽ നിങ്ങൾക്ക് വെർത്താണോ, ഇതിൽ എന്തൊക്കെ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് മാറ്റങ്ങളുള്ളത്. അപ്പോൾ ഇതിൽ ഏത് വണ്ടി എടുക്കണം, ഇപ്പോൾ ഞാനാണെങ്കിൽ ഏത് വണ്ടി എടുക്കും വെച്ചാൽ ഡെഫിനറ്റ്ലി ആയാലും ഞാൻ എടുക്കുക ഫ്രോങ്സ് ആണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വണ്ടി ആ വണ്ടി സെയിം വണ്ടിയാണ്. പിന്നെ ഫ്രോങ്സിൻ്റെ എഞ്ചിനും സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് റീബാഡ് ചെയ്തിരിക്കുകയാണ്, ഇവിടുന്ന് അങ്ങോട്ട് റീബാഡ് ചെയ്തിരിക്കുകയല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ 3 വർഷത്തെ വാറണ്ടിയും കാര്യങ്ങളാണ്. 3 വർഷത്തെ വാറണ്ടി ടൊയോട്ട കൊടുക്കുന്നുണ്ട്. ഫ്രോങ്സ് ആകുമ്പോൾ 2 വർഷത്തെ വാറണ്ടി ഉള്ളൂ. പക്ഷേ ഈ ഒരു സംഭവം എല്ലാം സെയിം ആണ്. ഫ്രോങ്സിൻ്റെ എല്ലാ പാർട്സും കാര്യങ്ങളാണ് ഇതിലും വരുന്നത്. പിന്നെ എനിക്ക് എൻ്റെ ഒപ്പീനിയൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പേരിന് മാത്രം ടൊയോട്ട എന്നുള്ള ബ്രാൻഡ് കൊണ്ട് എനിക്കൊന്നും ആവില്ല. കാരണം ടൊയോട്ട ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ റൈഡിങ് കംഫോർട്ടും അതിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി അതേപോലെ തന്നെ ആ ഒരു സ്റ്റിയറിങ്ങും കാര്യങ്ങളൊന്നും ഒരിക്കലും ഇതിൽ വരുന്നില്ല. ഇത് പക്ക സുസുക്കി വണ്ടിയാണ്. അപ്പോൾ എനിക്ക് ഏതാണോ നിങ്ങളെ ക്യാരക്ടർ വൈസ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രാൻഡിങ് മാത്രമാണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് ടൊയോട്ട എടുക്കാം, അല്ലെങ്കിൽ ഫ്രോങ്സ് തന്നെ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ടൊയോട്ട അർബൻ ക്രൂസർ ടൈസർ എന്നുള്ള ഈ ഒരു മോഡലിൻ്റെ അല്ലെങ്കിൽ ഈ ഫ്രോങ്സ് എന്നുള്ള ഈ മോഡലിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ എനിക്കധികം റൈഡിങ് കംഫോർട്ടിനെ കുറിച്ചും അതേപോലെ തന്നെ ഞാൻ ഈ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ തോന്നി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ പറയാനുള്ളത്. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ റിവ്യൂവിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടാകും. കാരണം വെച്ചാൽ എൽസ്പെക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇപ്പോൾ ഗൂഗിൾ ചെയ്താലും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ റൈഡ് കംഫോർട്ട് അതേപോലെ തന്നെ ഞാൻ ഓടിച്ച ടൈമിൽ എനിക്ക് കൂടുതലായിട്ട് ഈ വണ്ടിനെ കുറിച്ച് എന്താണ് എഞ്ചിൻ സൈഡ് പറയാനുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ ലെങ്ത് ചെയ്യേണ്ട എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു ഫ്രോങ്സിൻ്റെ അല്ലെങ്കിൽ ടൊയോട്ട വണ്ടി ആയാലും നമ്മളെ ഫ്രണ്ട്സൊക്കെ എടുക്കണമെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ അവർക്ക് ഉപകാരപ്പെടും വിചാരിക്കുന്നു. ഗൈസ് എനിക്ക് ഈ ഒരു ടൊയോട്ട ടൈസറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സീ നെക്സ്റ്റ് ടൈം. ബൈ.